channel. So വീണ്ടും upgrading my base into second floor ലെവലാണ്. So നമുക്ക് first rebirth സമയത്തുണ്ട്. So because of this 1 million, so സഹകരണമാണ്. ഇനി നമ്മൾ എന്തുവരെ പ്രശ്നമില്ല. അല്ലെങ്കിൽ എൻ്റെ സൗണ്ട് ഇതിനോട് കേട്ടില്ല എന്ന് വരും. സോ എനിക്കിനിപ്പോൾ ഗൈസ് നമ്മൾ കറക്റ്റ് ടൈമിനാണ് നമ്മൾ അറിയാണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് മേടിച്ച് പോകണമെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം പറ്റും. സോ ഇനിയിപ്പോൾ നമുക്ക് സഹകരണം അറിയാം. ഗൈസ് സഹകരണം മേടിക്കണം എന്ന് പറഞ്ഞേക്കും സഹോർ വന്നിട്ടുണ്ട്. സഹോർ എൻ്റെ ബേസിലോട്ടാണ് തന്നെ. ഇതല്ലല്ലോ ഓക്കെ നാളെയാകാറായിട്ടുണ്ട്. നമുക്കിനി ആ റീബർത്തൂടെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബേസ് നമുക്ക് എത്ര 60 എങ്ങാണ്ടായിട്ട്. ഓക്കെ ഇറ്റ്സ് ടൈം ടു റീബർത്ത്. ഫസ്റ്റ് റീബർത്താണ്. സോ മറ്റെന്താ പറയുക, ഇന്നത്തെ വീഡിയോ കൊണ്ട് അത് തീർക്കുമെന്ന് എനിക്കറിഞ്ഞൂടാ. ഇപ്പം നമ്മളിൽ വെറും 5K മാത്രമേ ഉള്ളൂ. ഓക്കെ അവിടെ ഒരു ബേസ് ഓപ്പൺ ആണ്. ബേസ് ലോക്കാക്കില്ല. അപ്പം നമ്മൾ ഇവിടെ ഒരു സാധനം കൂടെ ഉണ്ട്. നമ്മൾ അതിനെ കൂടെ അങ്ങ് സ്റ്റീൽ ചെയ്യാണ്. ഗൈസ് അവൻ നമ്മൾ അടിച്ചിട്ട് ഗൈസ് അവനെ ലോക്കാക്കി ഗൈസ്. അവനൊരു സാധനം ഒരാൻ കുട്ടീനെ ഞാൻ നസീനി അവൻ ട്രാപ്പായിട്ടുണ്ട് ഗൈസ്. എൻ്റെ ബേസ് എത്ര എൻ്റെ ബേസിലോട്ട് എത്തുന്നതിന് മുമ്പ് അവനെ അടിച്ചിട്ട് ഗൈസ്. ഗൈസ് ഈ സാധനത്തിനൊക്കെ നമുക്ക് ഇല്ലെന്ന് നോക്കുമ്പോൾ ഒരു വിഷമം. ഗൈസ് 1 മിനിറ്റ് ഭയങ്കര ചൂടാ. പോയി ഫാൻ ഇട്ടിട്ട് ഓക്കെ. ഓക്കെ ഇത് നമുക്ക് ആരെ എടുക്കണം? ഓക്കെ സൗണ്ടർ ബേസ് ഓപ്പൺ. വന്നത് നമ്മൾ വരുന്നതിന് ഈ സ്പാൻ. പിന്നെ നമുക്ക് നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തുള്ള ഈ ഒരു ബേസാണ്. ഈ ബേസ് കുറച്ച് സെക്കൻഡ് കൂടെ ഉള്ളൂ. ഇത് കഴിയണം നമ്മൾ ഈ ഓറാൻകുട്ടീനെ ഞാൻ നസീനീനെ എടുക്കുന്നതാണ്. കാരണം ഈ ബേസിൻ്റെ ആകസ്യന് അവൻ്റെ ബേസൊക്കെ നമ്മൾ ലോക്കാക്കണേ. ഞാൻ അവൻ്റെ ബേസിൽ നിന്ന് സ്റ്റീൽ ചെയ്യാൻ നോക്കുമ്പോൾ റീബർത്ത് അടിച്ചെന്ന് തോന്നുന്നു. സോ ക്രാഫ്റ്റ് മെഷീനിൽ എന്തൊക്കെയായിരുന്നു? മാംഗോളിനി, പിക്ചോണിയ, PP കിവി, PP അവക്കാഡോ, ബനേക്കാമ്പലാബ്, പോച്ചറീനോ, ലെമൺ ജീരോ. ലോസ് നൂബീസിന് എന്തൊക്കെയായിരുന്നു? 3 നൂബിനി പിസാനിനി, പിന്നെ 1 ക്യാരറ്റോനി ബനാനിനിയും അങ്ങനെ എന്തൊരു സാധനം. സോ ഈ ബേസിൻ്റെ നോക്കണ്ട. ഇനി നമുക്ക് നോക്കാനുള്ളത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്തുള്ള ആ ഒരു ബേസിലാണ്. ഓക്കെ ബേസിന് കുറച്ച് സെക്കൻഡോടുള്ളൂ. നമ്മൾ ഇവൻ്റെ ഈ ഒറാൻകുട്ടീനെയാണ് നമ്മുടെ ലക്ഷ്യം. അത് മാത്രമേ ഉള്ളൂ. എനിക്ക് ഒറാൻകുട്ടീനെ ടീം പ്ലേ ആണ് കളിക്കുന്നത്. ഞാൻ പറയാം ഗൈസ്, അടുത്ത ഇവൻ്റ് എത്ര മിനിറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 35 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അടുത്ത ഇവൻ്റ്. അവൻ്റെ ബുദ്ധിയെല്ലാം പോയാ.
ഇനി ഷെഫ് ക്യാബ്ര കട്ടാബ്രയെന്ന് സ്റ്റീൽ ചെയ്തിട്ടുണ്ട്. എന്നെ അടിക്കാൻ നോക്കണ്ട. എടാ പോടാ പട്ടി. ഓക്കേ, ഓക്കെ 7 എന്താ പറയുക പോയിട്ടുണ്ട്. ഇതിനെടുത്തോണ്ട് ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്യുവാണ്. കുറച്ച് സെക്കൻഡ്സ് കൂടെ ഉണ്ട്. അവൻ നല്ല കളിയാണ് കേട്ടോ. എടാ ഈ തുങ് സഹൂറിനെ പോലും അത് അവൻ്റെ എവിഡീസ് ആയിരുന്നു. ഓക്കെ, ഇത് 15 സെക്കൻഡ് കൂടെ ഉണ്ട്. നമുക്ക് 29 ഓക്കെ 41 ആയിട്ടുണ്ട്. സോറി അടുത്ത റീവർത്തിന് ഒനേക്കാമ്പലാബ് ബർബർ പത്തപ്പി. ഓക്കെ, നമ്മൾ അവരെ തന്നെ ഫസ്റ്റ് മേടിച്ച് വെക്കുന്നില്ല. സോ നമ്മുടെ 3 മില്യൺ ആക്കിയിട്ടായിരിക്കും നമ്മൾ അവരെ. എന്നടാ എല്ലാം പറയാനുണ്ടോ? എന്നതാടാ ഊവേ, ഇതെൻ്റെ ബേസാണ് ബ്രോ. ദിസ് ഈസ് മൈ ബേസ്. ഓക്കെ, എണീറ്റ് പൊക്കോ. അതൊക്കെ നല്ലത്. ഞാൻ ലീവ് അടിക്കണം. കാരണം എനിക്ക് എൻ്റെ ഷെഫ് ക്യാബ്ര കട്ടാബ്രനെ കളയാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഓക്കെ, എന്താണ് ഇത്ര നേരം ഇരിക്കാൻ താഴെ? അല്ല നമ്മളിപ്പോൾ 62 ഉണ്ട്. നമ്മുടെ 2 നിലയൊക്കെ ഉണ്ട് ഗൈസ് ഇവിടെ. നമുക്കപ്പോൾ ആ 2 പേരേനും സ്റ്റീൽ ചെയ്യാൻ നോക്കണം. അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. പറയാൻ എനിക്കറിയില്ല. ഇവിടെ ലേനലൊക്കെ ശല്യമുണ്ട്. പിന്നെ അതിൻ്റെ മണ്ടയ്ക്കല്ലോ ഉണ്ടോ ഈ ബെറി ബിക്കുസിനെ കൊണ്ട് എന്ത് ചെയ്യാനാണ്? കോഴ്സ് ഇത് അത്യാവശ്യം നല്ലൊരു പീസാട്ടോ. സോ നീ സെക്കൻഡ്സ് ഉണ്ടോ കൈസ്? ഇത് നല്ലൊരു പീസാണ് കേട്ടോ. ഓക്കെ, എടാ നമ്മളെ ഈച്ച പിടിപ്പിച്ചടാവൻ. ഇവിടെ ഉള്ളമാർ നല്ല പ്ലേസാണ്. സോ ഇവൻ്റെ ബേസ് ഓപ്പൺ ആകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ബേസിൽ നിന്ന് എന്താ പറയുക ലോക്കാക്കിട്ട് വരാം. നമ്മുടെ ബേസിൽ ഇനി കറക്റ്റ് സമയത്താണ് വന്നതെന്ന്, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക കാര്യത്തിനൊരു ഗതിയായാലേ. നമ്മൾ 160 ആയിട്ടുണ്ട്. സോ കഴിഞ്ഞ തവണത്തെക്കാളും നന്നായിട്ട് ഇന്നലത്തെക്കാളും നന്നായിട്ട് മണി നമ്മളിലോട്ട് കയറുന്നുണ്ട്. സോ ഗായ്സ് ഇപ്പോൾ ബേസ് നോക്കണം. ലെറുലേ എടാ ഇവനെവിടെയാടാ ഗായ്സ്? ഇതിനകത്ത് ഇവൻ ഇൻവിസിബിളാണ്. എൻ്റെ പൊന്നടാ, ഇവൻ ഇതിൻ്റെ അകത്ത് തന്നെയുണ്ട്. ഞാൻ ലീവ് അടിച്ച് പോയി. അപ്പോൾ ഞാൻ ഏതൊരു പൊട്ടയിൽ തന്നെ ചെല്ലും ഗൈസ്. ഓക്കെ ഗൈസ്, പിന്നെ ഞാൻ 2 പേരായിട്ട് പറഞ്ഞിട്ടില്ല. സോ ഞാൻ ഈ വീഡിയോ പറയണേ, എല്ലാവരും ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക. പിന്നല്ല എടാ ഇതിനകത്ത് ഒറ്റ 2 നില ഉള്ളതാ. ഇതാണ് നമുക്ക് ലോക്ക് ചെയ്തിട്ട്. കൈസ് ഒരാങ്കുട്ടിന് തന്നെ എടാ അത് 400 കേളിയാ.
ഗൈസ് അവിടെ എന്തോ റെയിൻബോയുടെ എന്തോ സാധനമുണ്ട് ഗൈസ്. പിന്നെ എത്ര സെക്കൻഡ് കൂടെ ഉണ്ട്? കുറേ സെക്കൻഡ് കൂടെ ഉണ്ട് ഗൈസ്. റെയിൻബോയുടെ കാപ്പുച്ചീനോ അസസീനോ അത് ഇട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. അവിടെ ഇതിനകത്ത് അത് പ്ലെയർ ആയിരുന്നു. ഞാൻ വിചാരിച്ചു ഇതിനകത്ത് വല്ലതും ഉണ്ടാകുന്നു. മണ്ടയിലും ഒന്നുമില്ല. പിന്നെ എന്നെ കാണിക്കാനാടാ ഊവേ. ഓടാ അവിടെ ഒരു ബേസ് ഓപ്പൺ ആയതാടാ. ഓക്കെ നമുക്ക് ഈ കറക്റ്റ് പോലെ അങ്ങ് മേടിച്ചേക്കാം. അത് നമ്മുടെ ബേസിൽ പോയിരുന്നോട്ടെ. നമ്മുടെ ബേസിൽ നമുക്ക് നോക്കിയാണല്ലോ. ഈ സ്റ്റീലോ ബ്രെയിൻ റോഡിൽ ഏറ്റവും പണി അതാണ്, നമ്മുടെ ബേസ് നോക്കിയ അല്ല. നമ്മുടെ ബേസിൽ നിന്ന് ആരും സ്റ്റീൽ ചെയ്യില്ല. നമുക്ക് എനിക്ക് മാത്രം മറ്റുള്ളവരുടെ ബേസിൽ നിന്ന് സ്റ്റീൽ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ. ഞാൻ പറയട്ടെ, ഈ ത്രീക്രാക്ക് ബർബൂമിനെ പോലെ അവന്മാർ വെറുതെ വിടത്തില്ല. നമുക്ക് ഈ ത്രീക്രാക്കിനെ എടുത്തുകൊണ്ട് ഈ മൂലയ്ക്കൊണ്ട് പ്ലേസ് ചെയ്യാം. കൂടാ എൻ്റെ പൊന്ന് ഗൈസ്, പാവത്തിൻ്റെ ബ്രെയിൻ റോട്ട് സ്റ്റീൽ ചെയ്ത് ഗൈസ്. അവന് കഷ്ടകാലം തന്നെയാണ്, നല്ല കഷ്ടകാലം തന്നെയാണ്. ഇപ്പം നമ്മുടെ ഒരു 309K ആയിട്ടുണ്ട്. സോ നമുക്കിനി എന്നാ ചെയ്യേണ്ടതെന്ന് എനിക്കറിഞ്ഞൂടാ. വേറെ പുതുതലിയോ എടാ, അവൻ നല്ല കളിയാട്ട. ലീവില്ല, റെസ്യൂം ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ബീച്ചിൽ അല്ലല്ലോ, റെസ്യൂം അല്ലല്ലോ, റീസ്റ്റാർട്ടല്ലേ. ഞാൻ എന്നെ പൊട്ടത്തര കാണിക്കുന്നത്. റീസ്റ്റാർട്ടായിട്ടുണ്ട്. തുറത്തുകിനി ड्रैगन फ्रूट इन्नी मुझे खुद ही नहीं पाता कर दिया पालसा बाता टूगल हो करका है भाई. टूगल ചെയ്യാനാണ്. വാ മാരെ മറ്റെന്താ റൈസ് ഏതോ ബംഗാളിൽ നിന്ന് തന്നെയാണെന്ന് തോന്നുന്നു. ഫുള്ള് ഹിന്ദി, എനിക്കിത് മനസ്സിലാവുന്നില്ല. പിന്നെ എനിക്കൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ബേസിൽ നല്ല എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അത് സൂക്ഷിച്ചോണം, അല്ലെങ്കിൽ കട്ടുകൊണ്ട് പോകും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇവൻ്റെ മണ്ടയിൽ പോയി നോക്കുവാണെങ്കിൽ ഇവിടെ എൻ്റെ പൊന്നണ്ണേ കുറച്ച് സെക്കൻഡ്സ് കൂടെ ഉള്ളൂ. നമ്മുടെ ബേസ് ഓപ്പൺ ആവുന്നതിന് മുമ്പ് ഇവൻ്റെ ബേസ് ഓപ്പൺ ആവും. അപ്പോൾ നമുക്ക് ഇവൻ്റെ ബേസിൽ കയറിയിട്ട് ഗൊറില്ലോ വാട്ടർ മെലൺ ഡില്ലോ അല്ലെങ്കിൽ ഞാൻ പറയാലോ ബേസ് എന്താണ് ആ ഷെഫ് കട്ടാബ്ര എത്ര തരും ഇതൊന്നും എനിക്കറിയാം ബേസ്. നമ്മൾ കയറുന്നു, അതിനെടുക്കുന്നു, നമ്മുടെ ബേസിലോട്ടൊന്ന് ഓടുന്നേ ബേസ്. ഇപ്പോൾ ഓപ്പൺ ആവും. സെക്കൻഡാണ്. ലാഗാവല്ലേ ഓടറാ ബേസിലോട്ട് ഓടറാ ഓടറാ. Yes guys, we are still that. Yes. എൻ്റെ മോനെ സെക്കൻഡിലാ എത്ര 8K വെച്ച്. അപ്പോൾ ഇനി ഇത് ഇവിടെ പ്ലേസ് ആവട്ടെ. നമ്മുടെ ഷെഫിനെ നമുക്ക് ഗ്രാബ് ചെയ്തിട്ട് ഷെഫ് ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ ഗൈസ്, ഫൈനലി
വി ഗെറ്റ് ദ ഐറ്റംസ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ നോക്കുവാണെങ്കിൽ 703K ആയിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ നമുക്ക് ഏത് ഒറാൻകുട്ടീനെ ഞാനിവിടെ കണ്ടായിരുന്നു പോണേ. സോ അപ്പോൾ നമ്മുടെ അത് മേടിക്കാനുള്ള പൈസ ഇല്ലായിരുന്നു. ഇപ്പോൾ ഇവന്മാരൊക്കെ പി പൊട്ടാറ്റോ അതുകൂട്ട് സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ട് ഗൈസ്. നമുക്ക് ഇവൻ്റെ ബേസിൽ നിന്ന് തന്നെ സ്റ്റീൽ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓ ഗൈസ്, ഇവൻ്റെ ബേസിന് 47 സെക്കൻഡ് ഉണ്ട്. 47 സെക്കൻഡൊന്നും എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റാ. സ്പിയൂണിയുടെ കൂടെ പേരോ ഷിറ്റ്. ഒരു 12 സെക്കൻഡുള്ള നമുക്ക് ആ സ്പിയോണിയോ ഗോളോബിയോടെ കിട്ടുവാണെങ്കിൽ നമ്മുടെ ബേസ് ഒപ്പി കാലയാവും. അവനിപ്പോൾ പോയി ലോക്ക് ചെയ്യും ഗൈസ്, നമ്മൾ അടിച്ചിട്ട്. സങ്കടമൊന്നും ഇല്ലടേ. ഇതല്ല എൻ്റെ ബേസ്. ഓ ഗായ്സ്, നമ്മുടെ ബേസ് ഇവിടെ ഓപ്പണായി കിടക്കുമായിരുന്നു. മാർക്കൊന്നും. ഓക്കെ, ഫൈനലി 1 million ഗെറ്റ് ഇറ്റ്. ഓക്കെ ഗൈസ്, ഇവിടെ ഗ്ലോബൽ പുതുത്തിൽ 2 സെക്കൻഡ് എത്ര വരും? സെക്കൻഡ് 750 വേണ്ടേ. ഗൈസ്, താഴെ നിന്ന് സ്റ്റീൽ എന്നെക്കൊണ്ട് വയ്യ. താഴെ ഗ്ലോർബോയും അത് കൂട്ട് അൽക്കുളിച്ച സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ലോക്കാണ് നമ്മൾ. എടാ ലോക്കാക്കല്ലേ. ഓർഡറാ. എടാ കയറിക്കോട്ടോ. എൻ്റെ പൈസ ഏതാണ് അതല്ലേ? We are tight. അത് കിട്ടില്ല. മര്യാദയ്ക്ക് എനിക്ക് ഗ്ലോർബോ മേടിച്ച് മതിയായിരുന്നു. ഗ്ലോർബോയും പോയി. അവൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ അടിപൊളി ബേസാണ്. എനിക്ക് അവൻ്റെ ബേസ് നല്ലോണം ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഫൈനലി 2 million ആയിട്ടുണ്ട്. നമുക്കിത് നമ്മുടെ ഈ 3 ക്രാക്ക് ബൾബിനെ കൂടെ അങ്ങ് വെച്ചിട്ട് നമുക്കൊരു 1 million ഗൈസ് നമുക്ക് സോ ഗൈസ്, ഇത് നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി നമുക്ക് ആരെയൊക്കെ വേണ്ടേ? ബർബർ പത്തപ്പിനെയും ബൊനേക്ക അമ്പലാപ്പൂനെയും. അപ്പോൾ ഈ ബൊനേക്ക അമ്പലാപ്പൂനെ എവിടെ കിട്ടും? ബൊനേക്ക അമ്പലാബു. സോ ബൊനേക്ക അമ്പലാബുവിനെ മേടിക്കുന്നതിനേക്കാളും മുമ്പ് ഞാൻ പോയിട്ട് ഈ സംഭവത്തിൽ ഞങ്ങൾ സെല്ല് ചെയ്യുമ്പോൾ നമ്മുടെ എത്ര പൈസ അവിടെ 4.29 million ആവും. ഓക്കെ, അപ്പോൾ അതൊരു നല്ലൊരു അഡ്വാൻറ്റേജ് ആണ് നമുക്ക്. സോ ഇനി നമ്മുടെ ബേസിൽ നിന്ന് 6 സ്റ്റീൽ, അത് എനിക്കൊരു കുഴപ്പമില്ല. ഫൈനലി വി ആർ റോഡ് ടു സെക്കൻഡ് ബേസ്. ഈ 3 ക്രാക്ക് ബർബും ഒക്കെ നമുക്ക് അടുത്ത റീബർത്തിന് മേടിക്കാളിയാ. അവിടെ ഇവൻ്റെ കയ്യിൽ ഗാലക്സി ഇക്കാക്ടർ ഹിപ്പോപ്പൊത്തമും പിന്നെ ടീം ചീസും ഉണ്ട്. ഇതാണ് സൂയി ബേസ്. മാരക്ക സ്റ്റീൽ ട്രൈ. എനിക്കെങ്ങനെയും സഹൂറിനെ കിട്ടണം. എടാ ഇവൻ്റെ ബേസ് ഒന്ന് അടിപൊളിയാ. എടാ എനിക്ക് ഇവൻ്റെ ബേസ് ആയാലും കുഴപ്പമൊന്നുമില്ല. സ്റ്റീൽ ഇതാതി ബാലറീനോ ലോലോലോ പദ്രാഹത് മതം തൂങ്ങും. പോക്കോ ഫാൻഡോ ഗൈസ്, ഇവൻ്റെ ബേസ് OP ബേസ് ആണ് ഗൈസ്. 3 നിലയുടെ ബേസോ എൻ്റെ പൊന്നെ. ഇവിടെ നോക്കിയ ഗൈസ്, നല്ല പഞ്ചവർണ്ണ കളർ, റെയിൻബോ കളേഴ്സ് ഒപ്പീനിയുണ്ട്. എടാ എനിക്ക് നമ്മുടെ മറ്റേ സാധനത്തിലൊക്കെ വേണമല്ലോടാ. എൻ്റെ ബേസിൽ സ്റ്റീലൊന്നും പോയിട്ടില്ല. മാറണം സ്റ്റീൽ. ആ ഗൈസ്, ബൊനേക്കാമ്പല പോകുന്നു. എടാ ബൊനേക്കാമ്പല നിൽക്കടാ ബൊനേക്ക. ശരി, ബൊനേക്ക വന്ന ഉടനെ പുറകിൽ തന്നെ ബൊനേക്കായ സിവിനും ബൊമ്മണ്ടീനും. അല്ല ഗൈസ്, നമ്മളെ ബേസ് ലോക്കാക്കിയില്ലെങ്കിലുണ്ടല്ലോ ആരെയും നമ്മുടെ ബൊനേക്കാമ്പലാപുരം വരെ കട്ടൗട്ട് അതുകൂട്ട് വൃത്തിയാട്ടന്മാരാണ് ഗൈസ് എല്ലാം. സോ എനിക്ക് ഇനി ആരെ വേണം? നമ്മുടെ സ്വന്തം പുള്ളിക്കാരൻ്റെ പേര് പറഞ്ഞാലോ, ബർബർ പട്ടാപ്പിയും. ഞാൻ ഇനി ആരുടെ സ്റ്റീൽ ചെയ്യാൻ പോണില്ല.
സാറിൻ്റെ ഒരു OP സാധനം നമ്മൾ സ്റ്റീൽ ആണ്, നമുക്ക് ഒന്നുകൂടെ റീബർത്ത് ചെയ്യാനുള്ളതാണ്. സോ നമുക്ക് നമ്മളെ നൂബ് മാസ്റ്ററും ഗെയിം തെറാപ്പിസ്റ്റിനും പോലെ ഒരു രണ്ടുപേരും കളിക്കുമ്പോൾ എന്താ ഗൈസ് ബ്രെയിൻ റോഡ്സിനെ അങ്ങോട്ട് മാറി മാറി വെക്കുന്നത്. അതുപോലെ ഒന്നും നമുക്ക് ചെയ്യാൻ നമ്മുടെ കൂടെ കളിക്കാൻ ആരുമില്ല. ഓക്കെ, അതൊന്നും കുഴപ്പമില്ല. നമുക്കിനി ഒരു ആരാ വേണ്ടേ? ബർബർ പത്തപ്പിയും എടാ ബർബർ പത്തപ്പിയും ഒന്ന് വരുമോ? ഇല്ല, ലെജൻഡറി അല്ലേ ബർബർ പത്തപ്പിയും? അല്ല, പക്ഷേ ലെജൻഡറി മിത്തിക്കും 10 സെക്കൻഡിൽ വരും. എനിക്ക് തോന്നുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിത്തിക്കായിട്ട് വന്നതെന്ന് തോന്നുന്നത് നമ്മുടെ മറ്റേ പുള്ളിക്കാരൻ ഏതാ, ബൊംബാർഡിയറോ ക്രോക്കഡീലാണോ? ഓക്കെ, ഇത് ലെജൻഡറി എടുത്ത മിത്തിക്ക് റൈനോ ടോസ്റ്റർ റൈനോ. ഓക്കെ ഓക്കെ, ബേസിൽ പോട്ടെ, ആരെങ്കിലുമൊക്കെ ബേസിൽ പോട്ടെ. 21 മിനിറ്റായി. എനിക്ക് വീഡിയോ വെക്കുന്ന വൈൻഡപ്പ് ചെയ്യണം, കാരണം ഇന്നത്തെ വീഡിയോ അങ്ങനെ അധികം ആരും കണ്ടില്ല. ഭയങ്കര ലോങ് ആണ്. 31, 32, 34 മിനിറ്റ് ഉണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ. എന്തുവാടാ അത്? ബർബർ പത്തപ്പിനെ കാണുന്നില്ലല്ലോ. അവിടെ നമ്മൾ റീബർത്ത് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് വേണ്ടതൊന്നും വരത്തില്ലല്ലോ. അവിടെ ഒരിക്കൽ ബർബർ പത്തപ്പിന് എന്താടാ? അല്ലെങ്കിൽ ബർബർ പത്തപ്പിമൊക്കെ റയറായിട്ട് അതിനകത്ത് വരത്തുള്ളൂ. പിന്നെ ഗൈസ്, നമ്മൾ പറ്റുവാണെങ്കിൽ നമ്മുടെ ബേസ്, ഇതേ ബേസിൻ്റെ വീഡിയോ നമ്മളൊരു 3 നില വെക്കാൻ നോക്കുന്നതാണ്. ഇതിൻ്റെ കാരണം ഇവിടെയൊന്നുമില്ല. മണ്ടാലത്ത് എത്ര സംഭവമുണ്ട് ഞാൻ പറയാം. അപ്പോൾ ഒരു 3-4 ദിവസത്തിന് അവരെ അത് കൂട്ടി ചെയ്തിട്ടുണ്ട്. ഗൈസ്, നമുക്ക് ബർബർ പത്തപ്പിയും കിട്ടിയിട്ടുണ്ട്. ബർബർ പത്തപ്പിയും പോലെ ഇത് എന്നെ കഷ്ടകാലമാണോ? ആശിച്ച് നോക്കിച്ച് ഒരെണ്ണം കിട്ടിയതാണ്. അതാണ് പോവുകയും ചെയ്ത്. എത്ര നേരം കാത്തിരുന്നിട്ടാ? അതിനി പോവുകയും ചെയ്യില്ലോ. അതിനി വരാനും കുറേ നേരം എടുക്കും. പോയില്ല 3 നില ഉള്ളവൻ പോയെന്ന് തോന്നുന്നു കേട്ടോ. ഈ ബേസിന് 5 സെക്കൻഡ് ഉള്ളൂ. നമുക്കിനി തന്നെ സ്റ്റീൽ ചെയ്യണമെന്നൊന്നും ഇല്ല, പക്ഷെ എന്നാലും ഞാൻ സ്റ്റീൽ ചെയ്യും. അല്ലേ വേണ്ട, സോറി ബ്രോ. അവന് ഇതുകൂടെ ഉണ്ട് ഗൈസ്, ബ്രെയിനുണ്ട്. മറ്റേ അവൻ്റെ ബേസ് അത്രയും നേരം എന്താ പറയുക ലോക്കായി കിടക്കുന്നുണ്ട്. അവന് പിന്നെ നമ്മൾ ഇട്ടേച്ചങ്ങ് പോവാം. ബർബർ പത്തപ്പിന്നെ ഒന്നുകൂടെ ഇറക്കി വിടറാ. ഇവിടെ എവിടെയും ബർബർ പത്തപ്പിന്നുണ്ടോ? ഉണ്ടോടാ? വിടടാ ബർബർ പത്തപ്പിൻ. ബോനേക്ക അമ്പലാബൂനെ എനിക്ക് വേണ്ട. സ്റ്റീവിനെ ബൊമ്പണ്ടീനോനെ വേണ്ട. പൂനെനൊക്കെ മാത്രം തരത്തുള്ളൂ ഇവര്. ഇവർക്ക് ഗൈസ് 3 നിലയുള്ളവരൊന്നും 3 നിലയുള്ളവൻ പോയില്ല കേട്ടോ. ഗൈസ്, ഞാൻ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ അങ്ങനെ നീ ഇപ്പോൾ സ്റ്റീൽ ചെയ്യാനല്ല. ഞാനാണ് നിറച്ചുപോയി. അവന് കിട്ടി ഗൈസ്. അത് ഇതിൻ്റെ പേരെന്താണ്? തുംബാറ്റ് ഗൈസ്. ഇതിൻ്റെ പേര് ഞാൻ ഇപ്പോഴാണ് വായിക്കുന്നത്. തുംബാറ്റ്. ഓഹ് ഗൈസ്, അവിടെ നീ 3 ബർബറുമേ അവിടെ പോകും ഞാൻ. സോറി, ബർബർ പത്തപ്പിയും. ഇറക്കി വിടത്തൂല്ല, ചുമ്മാ ഓരോന്ന്
ഈ വീഡിയോയിലൊന്നും നമുക്കിനി ഇത് കൂട്ടി ചെയ്യാൻ പറ്റണമെന്നുള്ള ഗൈസ്. കഴിഞ്ഞ ഇവിടെ 31 മിനിറ്റ് ആണെങ്കിൽ ഇത് അതിലും കൂടിപ്പോവും. പക്ഷേ എന്ത് പറയാനാ, അങ്ങനെ എൻ്റെ ബേസിനെ പൊരുത്തുന്ന സ്റ്റീലുണ്ടോ അത് ലോക്കാവണ ഒന്നു ദുവാ ഇത്. ബർബർ പതറുന്ന കയ്യിൽ ഓടാ. ഇവൻ എന്തോരം റീബർത്ത് ചെയ്താക്കണേ. ഇനി അടുത്തൊരു റീബർത്ത് ചെയ്യുകയാണെങ്കിൽ എത്രയാ 3 നിലയുടെ ചെയ്യണം. അപ്പോഴത്തേക്കും നല്ല പൈസ. ചുമയാണ് കഴിച്ചു. ബർബർ പതപ്പിന് കൊണ്ടാൽ എനിക്ക് 6 വയസ്സ് കിട്ടുന്നില്ല. കാപ്പുച്ചീനോ സുച്ചീനോ എന്നൊക്കെ മാത്രം തരത്തുള്ളൂ. ബർബർ പതപ്പിന് മതി. ഓ അവിടെ നിന്ന് എന്തൊക്കെയോ സ്റ്റീൽ ഉണ്ടായി. അതിനത് അതിനിപ്പോൾ കിട്ടണ്ട നിനക്ക്. അയ്യേ എനിക്ക് സന്തോഷമായി. പോയപ്പോൾ എന്തൊരു സന്തോഷം. പത്തപ്പിം ത്രളലറോ ത്രളല ബർബർ പത്തപ്പിം ത്രളലറോ ത്രളല കപ്പുച്ചീനോ സുസീനോ ലീറില്ല. ഓക്കെ, നമ്മൾ സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട്. ബർബർ പത്തപ്പിം കം ആൻഡ് വി ഗോയിങ് ടു ഫൈനലി 27 മിനിറ്റായി. ആ 27 മിനിറ്റിൽ നോക്കി 15-10 മിനിറ്റ് കണ്ട് ഞാൻ എന്താ പറയുക ബർബർ പത്തപ്പിനെ നോക്കിക്കുമായിരുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് കാണാൻ.